ഹലോ മക്കളെ, അപ്പോൾ മക്കളെ നാളെ കൃത്യം 7 മണിക്ക് മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു ഓറിയന്റേഷൻ ഉണ്ട്. ഇത് ചുമ്മാ ബാച്ചിന്റെ കാര്യം പറയാനുള്ള ഒരു ഓറിയന്റേഷൻ അല്ല. പിന്നെ എന്തിനാ സാർ ഈ ഓറിയന്റേഷൻ? യെസ്, അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ആ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളിപ്പോൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ, സകല വീഡിയോസ് ആയാലും അല്ലെങ്കിൽ ഷോർട്സിലൊക്കെ നമ്മൾ പറയുന്ന കാര്യമാണ്. ഇപ്പോഴും അഡ്മിഷൻ എടുക്കാത്ത കുട്ടികൾ അല്ലെങ്കിൽ എന്താണ് +2 പഠിച്ച് തുടങ്ങാത്ത കുട്ടികളെ എങ്ങനെ ട്രാക്കിലാക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ട്രാക്കിലാവാം എന്നുള്ള കാര്യം. ഓക്കെ, ട്രാക്കിലാവുക എന്ന് പറഞ്ഞാൽ മക്കളെ നമുക്കറിയാം, നമുക്ക് ഇതാ ഓരോ വർഷവും പഠിക്കേണ്ട കാര്യങ്ങൾ എപ്പോൾ പഠിച്ച് തീർക്കണം എന്നുള്ളത് അത്രത്തോളം നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ അതെന്താണ് പലരും ചെയ്യാറില്ല. പക്ഷേ എന്താണ് +2 ഒക്കെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ +2 ഒക്കെ ഒരു ബേസിൽ നമുക്കറിയാം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഈ വർഷം. റെഡി? അപ്പോൾ നിങ്ങൾ എന്താണ് അങ്ങനെ ഒരു കാര്യം അല്ലെങ്കിൽ എന്താ നമ്മൾ ഫോളോ ചെയ്യേണ്ട ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ പോകേണ്ട ആ ഒരു റൂട്ട് നിങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ അത് നിങ്ങൾ എത്തുക. ഓക്കെ, കാരണം മക്കളെ നമുക്കറിയാം +2 എന്ന് പറഞ്ഞാൽ എന്താ ലാസ്റ്റ് ടൈമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് പഠിക്കാനല്ല ടൈം ഉണ്ടാവുക, എക്സാം എഴുതേണ്ട ടൈമായിരിക്കും അത് ഫുള്ള്. റെഡി? അവിടെ നമുക്ക് പഠിക്കുകയല്ല, പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാണ്. സോ അവിടെ റിവൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിന് മുൻപേ എന്താക്കണം, പഠിച്ച് തീർക്കേണ്ടതുണ്ട്. നമ്മൾ പറഞ്ഞിട്ടില്ല നമ്മൾ പോകേണ്ട റൂട്ട് എപ്പോഴാണ് എങ്ങനെയാണ് അല്ലെ, ഓണം എക്സാമിന് മുൻപ് നമുക്ക് എത്രയൊക്കെ ചാപ്റ്റേഴ്സ് തീർക്കാനുണ്ട്. റെഡി? അപ്പോൾ അതൊക്കെ അതിൻ്റെ മുന്നേ എപ്പോൾ നമ്മൾ തീർക്കണം. റെഡി? നമ്മൾ ബാച്ചിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എങ്ങനെയാണ് ഒരു 1 മന്ത് മുൻപേ നമ്മൾ കവർ ചെയ്യും, ദെൻ അതിനുശേഷം നമ്മൾ റിവിഷൻ ചെയ്യുമെന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. സോ ആ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പലർക്കും അറിയില്ല, അല്ലെങ്കിൽ എന്താണ് ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത കുട്ടികൾ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, കൃത്യമായിട്ട് ആ ഒരു റൂട്ടിലൂടെ പോകുന്നുള്ളൂ. അല്ലാത്ത കുട്ടികൾക്ക് ഇപ്പോഴും എന്താണ് അത്രത്തോളം നമുക്ക് സിമ്പിളായിട്ട് നമ്മൾ പറയുന്ന കാര്യമാണ് എന്തത്, ബാക്ക്ലോഗ്സ് അല്ലേ? യെസ്, അതാണ് കംപ്ലീറ്റ് ഇപ്പോൾ ബാക്ക്ലോഗ്സ് ആണ് എല്ലാവർക്കും. നമ്മൾ കറക്റ്റ് പറയുകയാണെങ്കിൽ എന്താണ്, ഇപ്പോൾ ക്ലാസ് ഇപ്പോഴേ തുടങ്ങിയിട്ടുള്ളൂ എങ്കിലും നമ്മൾ പഠിച്ച് തുടങ്ങേണ്ട എപ്പോഴാണ്, മുന്നേ പഠിച്ച് തുടങ്ങേണ്ടതുണ്ട്. റെഡി? ആ പഠിച്ച് തുടങ്ങാത്ത കുട്ടികൾക്ക് എന്താണ് ഇപ്പോൾ ബാക്ക്ലോഗ്സ് ആണ്. കാരണം 7-8 ചാപ്റ്റേഴ്സ് ഒക്കെ അവർ ബാക്കിലാണ്. റെഡി? ഇത് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോവുക. അല്ലെങ്കിൽ എന്താണ്, നമ്മൾ കൃത്യമായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചുമ്മാ സെറ്റ് ചെയ്യുന്നതല്ല, നിങ്ങൾ പോകേണ്ട റൂട്ടാണത്. റെഡി? ആ റൂട്ടിലേക്ക് നിങ്ങൾക്ക് എത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം. അല്ലെങ്കിൽ അത് പറയാൻ വേണ്ടിയിട്ടാണ് നാളെ നമ്മൾ എന്ത് തരുന്നത്, ഒരു 1 ഇയർ പ്ലാൻ, അതായത് അവസാനത്തെ പ്ലാൻ. ഇത്രയും വൈകിട്ട് ജോയിൻ ചെയ്യാത്ത കുട്ടികൾ അല്ലെങ്കിൽ പഠിച്ച് തുടങ്ങാത്ത മക്കൾക്ക് ആ റൂട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ, 1 ഇയർ പ്ലാനുമായിട്ട് നാളെ സാറുമാരൊക്കെ വരും. അപ്പം എന്താ മക്കൾ, കൃത്യം നാളെ 7 മണിക്ക് ലൈവിൽ ജോയിൻ ചെയ്യുക നിർബന്ധമായിട്ടും. കാരണം നമുക്കറിയാം ഒരു 1 ഇയർ പ്ലാനൊക്കെ എന്ന് പറഞ്ഞാൽ റെഡി നമുക്കിതാ അത്രത്തോളം നിങ്ങളത് ഫോളോ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഈ ബാക്ക്ലോഗുകളൊക്കെ നമുക്ക് തീർക്കണം. എങ്ങനെ തീർക്കണം, എപ്പോൾ തീർക്കണം അല്ലെ? മാക്സിമം പോയാൽ നമുക്ക് എന്താണ് ഒരു ജൂൺ ലാസ്റ്റ്, ഈ മാസം ലാസ്റ്റ്, അതിലും പിന്നെ ഒന്ന് പോയി കഴിഞ്ഞാൽ ഓക്കെ ഒരു രക്ഷയില്ലെങ്കിൽ ജൂലൈ പകുതി, അത്രയും നമ്മൾ പോകാൻ പാടുള്ളൂ. ഓക്കെ, അതിന് മുൻപ് എന്ത് ചെയ്യണം, നമ്മളെ മുന്നിലേ പഠിച്ചു തുടങ്ങിയ കുട്ടികളെ ആ സെയിം റൂട്ടിലേക്ക് മക്കൾ എത്തേണ്ടതുണ്ട്. സോ ഇതിനെന്താ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്ലാനും കാര്യങ്ങളൊക്കെ അത്യാവശ്യമാണ്. സോ അതുകൊണ്ടാണ് ആ പ്ലാനും കാര്യങ്ങളൊക്കെ ആയിട്ട് നാളെ കൃത്യം റെഡി 7 മണിക്ക് സാറന്മാരൊക്കെ വരും. നമ്മുടെ ജ്വാല ബാച്ചിന്റെ ഓറിയന്റേഷനായിട്ട് മക്കൾ എല്ലാവരും ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് ലൈവിൽ ജോയിൻ ചെയ്യുക, പഠിച്ച് തുടങ്ങുക, അടിപൊളിയായിട്ട് പഠിക്കണം നമുക്ക്. ഓക്കെ, അപ്പോൾ നാളെ കാണാം ലൈവിൽ. ടാറ്റാ.